ഹലോ ഗായ്സ്, എൻ്റെ പേര് എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് സീരീസിലൂടെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ശവക്കല്ലയുടെ പണി വീണ്ടും ചെയ്യാൻ പോവാണ്. നമ്മൾ ഇന്നലെ ഇത്രയും പണി ചെയ്തിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റേഴ്സൊക്കെ പുറക്കിച്ച് സെറ്റാക്കലാണ്. നമ്മുടെ ഇൻവെൻ്ററി നോക്ക് മൊത്തത്തിൽ ഇങ്ങോട്ട് ഇതായിട്ടുണ്ട്, നിറഞ്ഞ് തിങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് നാളെ സെറ്റാക്കാമെന്നല്ല, ഈ എപ്പിസോഡിൽ തന്നെ എല്ലാം എല്ലാം സെറ്റാക്കാൻ പോകുന്നു. ലൈറ്റിനിങ് കൊണ്ട് കുറച്ച് ലൈറ്റ് എടുത്ത് ഇതെടുത്ത് വച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഒരുപാട് സമയം സ്റ്റോൺ പെട്ടി നിർത്തിയിട്ടുണ്ട്. അതിന് തന്നെ 10 മിനിറ്റ് എടുത്തു ഇതെല്ലാം ചെയ്യാനായിട്ട്. ഇനി ഒന്ന് വെച്ച് തുടങ്ങാം. ഒരെണ്ണം ഇപ്പോൾ ഒരു കടകളില്ലേ, ഇത് തന്നെ അങ്ങോട്ട് 10 മിനിറ്റ് നിന്ന് ചെയ്തുകൊണ്ടിരിക്കണം. ഒരെണ്ണൂടെ പിന്നെ പാല് പിടിക്കാത്തവരുണ്ടാക്കണം. അത് ഒരെണ്ണൂടെ ഇവിടെ ഇല്ലായിരുന്നു. കുഴപ്പമില്ല, ഞാൻ ടോർച്ചിനോട് നോക്കട്ടെ. ഇനി പിക്കാക്സ് എടുത്തിട്ട് ഇതൊന്ന് സെറ്റാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇതെല്ലാം ഇത്ര സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ചെണ്ണൊക്കെ കൂടെ പഴക്കി അടക്കിക്കണം. ഫസ്റ്റ് ഇനി സ്ലാബൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു നാച്ചുറൽ വെജിറ്റേഷൻ പോലില്ലേ. ഇനി അടുത്ത് വെക്കേണ്ടത് ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെ തന്നെ ഇനി ഒരു രണ്ട് ബോക്സ് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ പിന്നെ ഒരു ബ്ലോക്ക് കൊണ്ട് സ്കിപ്പ് ചെയ്തിട്ട് ഇതിവിടെ ഇപ്പോൾ ഒരു സർക്കിളർ പോലെ കണ്ടിക്കില്ലേ. ഇവിടെ ഇപ്പോൾ ഒരു മൈൻക്രാഫ്റ്റ് നാച്ചുറൽ ഇത് വരുന്നുണ്ട്. ഇനി കുറച്ച് കോവിഡ് വെപ്പും ഇതൊക്കെ ഉടനൊക്കെ ഒരു മൈൻക്രാഫ്റ്റ് ഐറ്റം പോലെ ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് ഇതില്ലേ കളറിങ്, അതാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ അങ്ങനെ തട്ടിക്കാനാണ്ടല്ല, പിന്നെ നമ്മൾ സ്റ്റക്കായി പോകും. അത്രേ ഉള്ളൂ. അത് സൂക്ഷിച്ച് നടക്കണം. പിന്നെ ഇവിടെ തന്നെ നോക്കണം. പിന്നെ നമുക്കിടയിൽ ഒരു സ്കെൽറ്റനെയൊക്കെ തൂക്കുകയാണെന്ന് ആദ്യം ഇനി ഇങ്ങനെ ചെയ്യുന്നാലേക്കുന്നു സമയമുണ്ട്. സമയട്ടെ ഇത്ര പണി. ഇനി കുറച്ചും കൂടി ഭംഗി തോന്നാനായിട്ട് വെക്കേണ്ടതാണ് നമ്മുടെ ഹെഡ്. ആളടിക്കണം. അങ്ങനെയുണ്ടല്ലോ. നോർമൽ മൈൻക്രാഫ്റ്റ് ഹെഡ് എടുത്തൊക്കെ ഇത്രയും സോഗ്ലിൻ്റെ ഒക്കെ എടുത്തൊക്കെ ഉണ്ടല്ലോ. ഈ പ്ലെയർ ഹെഡ് എങ്ങനെ കിട്ടുന്നല്ലേ? എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കൊന്നപ്പോൾ അവൻ്റെ പ്ലെയർ ഹെഡ് എനിക്ക് കിട്ടി.
ഒരു ഹെഡ് എടുത്തിട്ട് ഉണ്ട്. ഓ മാരുണ്ടല്ലേ. പ്രശ്നമാണല്ലേ. ഇനി ലാസ്റ്റ് ഹെഡ് അതിനോടൊപ്പം. ഓ ഇതാണ് ഞാൻ പറഞ്ഞത് ടോർച്ചൊക്കണെന്ന്. ആര് കേൾക്കണ്? നെതറൈറ്റ് ആർമർ ആയതുകൊണ്ട് തെറിച്ചു പോയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞായേനെ. കണ്ടോ? ഓ ഞാൻ എന്നിട്ടുണ്ടായിരുന്നില്ലേ, വെറുതെ എൻ്റെ ലൈഫ് പോയത്. ഈ ചെസ്റ്റ് ഉള്ളിയുടെ തരുന്നു ഓരോരോ ഭയങ്കര അക്ഷരം മുളജ് എല്ലാത്തിനും മുളജ്. ഞാനിതൊന്ന് നോക്കട്ടെ. ഞാൻ രാത്രി ഞാൻ തലയിട്ടാൽ ടൂൾസ് കൊണ്ടുകൊണ്ട് വരണമെന്നില്ല, കൊണ്ടുകൊണ്ട് വരണമെന്നില്ല. മരത്തിൻ്റെ അടുത്ത് വരില്ല. പിന്നെ മര വീഴണം. എൻ്റെ കയ്യിൽ ഇപ്പം ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി മര വീഴണം. മൊത്തത്തിൽ സെറ്റാണ്. ഞാൻ വേണമെങ്കിൽ ആണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ വരാം. ഫുൾ സെറ്റായി. ഇനിയൊന്നുമില്ല. ഈ ഡെറ്റോടെ എന്താണ് ഇവിടെ? ഇനി അടുത്ത ഡെക്കറേഷനാണ്. ഇപ്പോൾ ഞാൻ പോരാ. 3 സ്കെൽട്ടൻ ഹെഡിനെ അവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് യൂട്ടിലിറ്റി പെട്ടിക്കൊണ്ട് വെക്കണം. ഞാൻ ഇനി അത് മേടിച്ചിട്ട് വരാം. കുറേ ആവശ്യത്തെ കുറേ ഐറ്റംസ് എത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നമ്മൾ യൂട്ടിലിറ്റി പെട്ടി എടുത്തിട്ട് വരട്ടെ. കണ്ടിന്യൂ ചെയ്ത് അവിടെ കൊണ്ടുവെക്കണം. യൂട്ടിലിറ്റി പെട്ടി ഇതേ ഇവിടെ ഉണ്ട്. അവിടെ ഇവിടെ ലൈഫ് കുറവുണ്ടോ? യൂട്ടിലിറ്റിയുടെ 2 യൂട്ടിലിറ്റി ഉണ്ട്. സെറ്റേക്കാം. ഇതോ കണ്ടോ, ശ്മശാനത്തിന് കുറച്ച് ലുക്ക് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റൂല. എന്നില്ല പറ്റും. ഒരു അടികൂടി മെഗാ ഐറ്റം പോലുണ്ട്. ശ്രദ്ധയോടെ ചെറുക്ക്. മൊത്തം സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നിങ്ങൾ ഈ പോയിട്ട് നാളെ വാ. ഇത് കണ്ട തെറ്റായില്ലേ? അപ്പോൾ നിങ്ങൾ പോയിട്ട് നാളെ വാ. ബൈ.